തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇതുപോലൊരു ഫാൻ ഷോ ഇനി ഉണ്ടാവില്ല. രാഗം തിയേറ്ററിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവരെ അറിയിച്ചതാണ് ഇക്കാര്യം. മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒരുമിച്ച് നടത്തിയ പാട്രിയറ്റ് സിനിമയുടെ ഫാൻ ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ രാഗം തിയേറ്ററുകാരെ പ്രേരിപ്പിച്ചത്. ഇതെന്തായാലും സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നല്ല. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ BLM രാഗം ഏറ്റെടുത്തത് മുതൽ 150 രൂപ ഉണ്ടായിരുന്ന ബാൽക്കൺ ടിക്കറ്റിൻ്റെ വില ഒറ്റയടിക്ക് 200 രൂപയായി. 105 രൂപ ഉണ്ടായിരുന്ന ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൻ്റെ വില ഒറ്റയടിക്ക് 150 രൂപയായി. 150, 200 എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിനിമാ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത്ര കൂടിയ റേറ്റ് എന്നൊന്നും പറയാനില്ല. പക്ഷേ രാഗം അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ ഇത്രയും വലിയ സ്ക്രീനിൽ വേണ്ടത്ര ലെഗ് സ്പേസോ സ്റ്റേഡിയം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോ ചെയ്യാതെ ആ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ വരെ ചെയർ ഇട്ടിട്ട് നിങ്ങൾ 150 രൂപ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ 200 രൂപ മേടിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ആ ചെയറിൽ നന്നായി ഒന്ന് ചാരിയിരുന്ന സിനിമ കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ള ചെയറിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് സിനിമ കാണാനായിട്ട്. നിങ്ങൾ തൊട്ടടുത്തുള്ള ജോസ് തിയേറ്ററിലൊന്ന് പോയി കാണുക. അവിടുത്തെ ഏറ്റവും ഫ്രണ്ടിലത്തെ ചെയറിലിരുന്നാൽ പോലും ഏറ്റവും സുഗമമായി നമുക്ക് സിനിമ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ആ ഫ്രണ്ട് റോയിലൊന്നിരുന്നിട്ട് സിനിമ കാണാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ സൗണ്ട്, കേരളത്തിലെ ഏറ്റവും നല്ല സൗണ്ടുള്ള തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കുമ്പോൾ ഈ തിയേറ്ററിൽ എത്ര സ്പോട്ടുകളിൽ നിങ്ങൾ ഈ പറയുന്ന സൗണ്ട് ക്വാളിറ്റി കിട്ടണമെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഈ കാണുന്ന ബാൽക്കണിയുടെ താഴെയുള്ള പോർഷനൊക്കെ വളരെ ഷോക്കാണ്. പിന്നെ ക്ലീനിങ്, നമ്മളൊരു ഷോയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ ഷോയ്ക്ക് വന്നവർ കഴിച്ച പപ്സിൻ്റെ പൊടിത്തട്ട് കഴിഞ്ഞിട്ട് വേണം ആ സീറ്റിലിരിക്കാനായിട്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി, നമ്മൾ യൂറിനൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമ്മുടെ മേത്തേക്ക് തന്നെ തെറിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിനോവേഷൻ ചെയ്യാണ്ട് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ്ട് നിങ്ങൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വാങ്ങുന്ന അതേ ചാർജ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് തെമ്മാടിത്തരം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. സംഭവം രാഗം തൃശ്ശൂരുകാരുടെ അഹങ്കാരം തന്നെയാണ്. അവിടുത്തെ എയർ ഫ്രഷ്നറിന് വരെ ഫാൻസ് ഉണ്ട്. പക്ഷെ തൃശ്ശൂരുകാരോട് അഹങ്കാരം കാണിച്ച തൃശ്ശൂരുകാരുടെ വികാരം എന്ന് പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ, അതില്ലാണ്ടാവാൻ അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന് വേണ്ട മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം.